എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ഇവാലുവേഷൻ 2022 ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ആൻസറും നമ്മൾ ഇതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം 6ാം ക്ലാസ്സിൽ നമ്മുടെ ഇംഗ്ലീഷിന് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതേപോലെ തന്നെ നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ 5 ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ തന്നെ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ദാറ്റ് ഈസ് കോംപ്രിഹെൻഷൻ. അതായത് ഒരു പാസേജ് തരും, അതിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം അത് വായിക്കുക. അപ്പോൾ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാവുന്ന ഉത്തരങ്ങൾ നമ്മൾ റൗണ്ട് ചെയ്ത് വെക്കുക. ആ പാസേജ് 2-3 പ്രാവശ്യം വായിച്ചാൽ തന്നെ, ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം വായിക്കുക. നിങ്ങൾക്ക് എന്തായാലും ആൻസർ അതിൽ തന്നെ ഉണ്ടാവും. പുറത്തുനിന്നുള്ള ആൻസർ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പാസേജ് കൃത്യമായിട്ട് വായിക്കുക. പിന്നെ നമുക്ക് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങും എന്തായാലും മസ്റ്റായിട്ട് വരുന്ന 2 ആക്ടിവിറ്റീസാണ്. ഒന്ന് കോംപ്രിഹെൻഷനും ഒന്ന് എഡിറ്റിങ്ങും. എഡിറ്റിംഗ് വളരെ സിമ്പിളാണ്. നമ്മൾ 4-5 എഡിറ്റിംഗ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഏതൊക്കെയാണ് വരിക. സാധാരണയായിട്ട് വരുന്ന ക്യാപിറ്റലൈസേഷൻ വരും. പിന്നെ വേർഡ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കും, അതുണ്ടാവും. പിന്നെന്താണ്, ഒരു ടെൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളൊരു ഒന്നുണ്ടാവും. അങ്ങനെ 5 എണ്ണം ഉണ്ടാവും. അത് കോമൺ ആയിട്ട് എല്ലാ എണ്ണത്തിലും ഒരേപോലെ ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. പിന്നെ ഇടയ്ക്കുള്ള പിക്ചർ ഡിസ്ക്രിപ്ഷൻ വരും, സീക്വൻസ് ഓർഡർ ഉണ്ടാവും. അങ്ങനെ അത് ചിലപ്പം വാരി ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കില്ല, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോൺവെർസേഷൻ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കോൺവെർസേഷനും പിന്നെ ഒരു പോസ്റ്ററും പിന്നെ അതേപോലെ എഡിറ്റിങ്ങും കോംപ്രിഹെൻഷനും ആണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേപോലെ തന്നെ സീക്വൻസിങ് ദ സ്റ്റോറിയും അതേപോലെ തന്നെ ഇതിലും സീക്വൻസിങ് ദ സ്റ്റോറി, കോംപ്രിഹെൻഷൻ, എഡിറ്റിങ്, പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ 4 സംഭവങ്ങളും പ്രീവിയസ് ഇയറിലുള്ള അതേ മോഡലല്ല, ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കും. എന്നാലും പോസ്റ്റർ നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ സീക്വൻസ് സ്റ്റോറി എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ അറിവുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്റ്റോറി തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഇവൻറ്റ്സ് തെറ്റായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സീക്വൻസ് ചെയ്യാൻ നമുക്കറിയാം. അപ്പം നമുക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലായാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി 1 നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ബിങ്കോ വാസ് എൻ എലിഫൻറ്റ്. ബിങ്കോ എന്ന് പറയുന്നത് ഒരു എലിഫൻ്റാണ്. ബിങ്കോ വാസ് എൻ എലിഫൻറ്റ്. ഷീ വാണ്ടഡ് ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓൾ അതർ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്. അവൾക്ക് എല്ലാവരുമായിട്ട് എന്ത് വേണം? ചെങ്ങാത്തം വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം. ഷീ വാണ്ടഡ് ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓൾ അതർ ആനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്. ബട്ട് ദ ആനിമൽസ് റെഫ്യൂസ്ഡ് ടു പ്ലേ വിത്ത് ബിങ്കോ ആയിട്ട് കളിക്കാൻ എല്ലാവരും വന്നില്ല. റെഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നിരാകരിക്കുക, വിസമ്മതിക്കുക. യു ആർ ടു ബിഗ്. എന്തുകൊണ്ടാണ് ഒരു കാരണം പറഞ്ഞു? യു ആർ ടു ബിഗ്, നീ വളരെ വലുതാണ്. വി വാണ്ട് പ്ലേ വിത്ത് യു, നമുക്ക് നിൻ്റെ കൂടെ കളിക്കാൻ ഇഷ്ടമല്ല. ദേ സെറ്റ്. വൺ ഡേ വീര എ ക്രൂവൽ ടൈഗർ കെയിം ദർ. അപ്പോൾ അതേസമയം ഒരാൾ വന്നു. ആരാണ്? ക്രൂവൽ ടൈഗർ, ഒരു ക്രൂരനായ ടൈഗറാണ്. പേരെന്താണ്? വീരയാണ്. ഈ അറ്റാക്ക്ഡ് എവറി ആനിമൽ ഹൂ കെയിംസ് ഹിസ് വേ. അപ്പോൾ അവൻ്റെ ആ വഴിയിൽ വന്ന എല്ലാവരെയും ആ വീര എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. ഹി അറ്റാക്ക്ഡ്. പ്ലീസ് ഡോണ്ട് അറ്റാക്ക് മൈ ഫ്രണ്ട്സ്, ബിങ്കോ സെറ്റ് ടു വീര. അപ്പം ബിങ്കോ വീരനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനൊന്നും അറ്റാക്ക് ചെയ്യരുതെന്ന്. ബട്ട് ദ ടൈഗർ ഡിഡ്ന്റ് ലിസൺ ടു ബിങ്കോ. പക്ഷേ അതൊന്നും ടൈഗർ കേട്ടില്ല. സീയിങ് നോ അതർ വേ ബിങ്കോ കിക്ക്ഡ് വീര. പക്ഷേ വേറെ വഴിയൊന്നുമില്ല. അപ്പം ബിങ്കോ എന്താക്കി? വീരനെ കിക്ക് ചെയ്തു. വീര ഫെൽ ഡൗൺ ആൻഡ് ഹി ഇഞ്ചോർഡ് ഹിസ് ലെഗ്. അപ്പോൾ വീരക്ക് വരക്ക് പറ്റി, കാലിനാണ് വരക്ക് പറ്റിയത്. ദ ടൈഗർ വാസ് ഫ്രൈറ്റൻഡ്. അപ്പോൾ ടൈഗർ പേടിച്ചു. നല്ലൊരു കിക്കാണ് കൊടുത്തത്, ഒരൊറ്റ തട്ട്. ആൻഡ് റാൻ അവേ. എന്നിട്ട് ടൈഗർ പേടിച്ചിട്ട് ഓടിപ്പോയി. റാൻ അവേ. ബിങ്കോ യു സേവ്ഡ് അസ്. അപ്പോൾ എല്ലാ ആനിമൽസും വന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു?
ആനിമൽസ്, ഓൾ ആനിമൽസ് ഉണ്ട്. എല്ലാവരും പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ദസ് ബിങ്കോ ബിക്കം എവരി വൺ ഫ്രണ്ട്സ്. അങ്ങനെ ബിങ്കോ എല്ലാവരുടെയും ഫ്രണ്ടായി. ഇതാണ് നമ്മുടെ പാസേജ്. വളരെ സിമ്പിൾ പാസേജാണ്. ഇപ്പം തന്നെ നമുക്ക് ബിങ്കോനെ പറ്റിയിട്ട് അറിയാം, വീരനെ പറ്റിയിട്ട് അറിയാം, സംഭവങ്ങളും അറിയാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ആനിമൽസ് റെഫ്യൂസ് ടു പ്ലേ വിത്ത് ബിങ്കോ? ബിങ്കോ ആയിട്ട് കളിക്കാൻ റെഫ്യൂസ് ചെയ്തത് കൊണ്ടാണ് എന്താ പറഞ്ഞത്? യു ആർ ടു ബിഗ്, വി കാൻ പ്ലേ വിത്ത് യു. അങ്ങനെയാണല്ലേ പറഞ്ഞത്. അത് നമുക്ക് എഴുതാം. ദ ആനിമൽസ് റെഫ്യൂസ്ഡ് ടു പ്ലേ വിത്ത് ബിങ്കോ ബിക്കോസ് ഷീ വാസ് ടു ബിഗ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ വാസ് ടു ബിഗ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ടൈഗർ? ടൈഗറിൻ്റെ പേര് എന്താണ്? അത് എവിടെ ഉണ്ടായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വൺസ് ദ വീര എ ക്രൂവൽ ടൈഗർ കെയിം ദർ. അപ്പോൾ ദ നെയിം ഓഫ് ദ ടൈഗർ ഈസ് വീര എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ബിങ്കോ ഹെൽപ്പ് ദ ആനിമൽസ്? എങ്ങനെയാണ് ബിങ്കോ ആനിമൽസിനെ ഹെൽപ്പ് ചെയ്തതെന്ന്? എങ്ങനെയാണ് എന്തത്? ഇവിടെ ഉണ്ടല്ലോ, സീയിങ് നോ അതർ ബിങ്കോ കിക്ക്ഡ് വീര ഫെൽ ഡൗൺ ആൻഡ് ഇഞ്ചുർഡ് ഹിസ് ലെഗ്. നമുക്ക് എങ്ങനെ എഴുതാം? ബിങ്കോ ഹെൽപ്ഡ് ദ ആനിമൽസ് ബൈ കിക്കിംഗ് വീര ദ ക്രൂവൽ ടൈഗർ ആൻഡ് ചേസിങ് ഹിം എവേ. ഇനി അടുത്തത്, റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. സ്റ്റോറിക്ക് ഒരു നല്ല ടൈറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? ബിങ്കോ ദ ഹീറോ എന്ന് നമുക്ക് കൊടുക്കാം. ഇനി അടുത്ത, അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ബിങ്കോ ബിക്കെയിം ഹാപ്പി. വൈ? സ്റ്റോറിയുടെ അവസാനം ബിങ്കോ ഭയങ്കര സന്തോഷവാനായി. എന്തുകൊണ്ടാണ്? ബിങ്കോ ബിക്കെയിം ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ബിക്കോസ് ഷീ വാസ് ഫൈനലി അക്സെപ്റ്റഡ് ബൈ അതർ ആനിമൽസ് ആൻഡ് ബിക്കെയിം ദിയർ ഫ്രണ്ട് ആഫ്റ്റർ സേവിങ് ദം ഫ്രം വീര. അപ്പോൾ എന്തുകൊണ്ടാണ് ഫൈനലി അക്സെപ്റ്റഡ് ദ അതർ ആനിമൽസ് എല്ലാം അവനെ അവിടെ ആക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ബിക്കെയിം ദെയർ ഫ്രണ്ട് ആഫ്റ്റർ ദ. അപ്പോൾ ദ ബിങ്കോ നമുക്കിങ്ങനെ എഴുതാം, ദ ബിങ്കോ ബിക്കെയിം എവരി വൺസ് ഫ്രണ്ട് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം, എന്താ? ഷി വാസ് ഫൈനലി അക്സെപ്റ്റഡ് ബൈ അതർ ആനിമൽസ് ആൻഡ് ബിക്കെയിം ദിയർ ഫ്രണ്ട് ആഫ്റ്റർ സേയിങ് ദം ഫ്രം വീര. അപ്പോൾ കോംപ്രിഹെൻഷൻ സിമ്പിളാണ്, ആരും മിസ്സാക്കരുത്. 5 മാർക്കാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് ആക്ടിവിറ്റീസ്. രണ്ടാമത്തത്, രാജാസ് ഗ്രാൻഡ് ഫാദർ ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് രാജാസ് ബർത്ത്ഡേ അറ്റ് ഹിസ് ഹൗസ്. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ്. ഒരു ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തിനെ കുറിച്ചാണ്? രാജാസ് ബർത്ത്ഡേ. ഇനി വേറെ ഏതെങ്കിലും ഈവൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഈവൻ്റാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഇവിടെ നമുക്ക് തന്ന ഈവൻറ്റ് രാജാസ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നത്? യു ആർ ഇൻവൈറ്റഡ് രാജാസ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനൊരു ഡിസൈനൊക്കെ കൊടുക്കണം. ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ക്ഷണക്കത്ത് എല്ലാവരും കണ്ടതാണ്. നമ്മൾ കല്യാണത്തിനോ ഹൗസ് വാമിനും ഒക്കെ ക്ഷണക്കത്ത് കാണാറുണ്ട്. ഇപ്പോൾ ക്ഷണക്കത്ത് അത്ര ഇല്ല, കാരണം ഇപ്പോൾ വാട്സാപ്പിലൊക്കെ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട്. എന്നാലും ഒരു വിസിറ്റിംഗ് കാർഡ് നമ്മൾ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ എല്ലാ സ്ഥലത്തും ഓൺലൈനായാലും ഓഫ്ലൈൻ ആയാലും ഒക്കെ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഇത് 2 മോഡലുണ്ട്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഡിസൈൻ തിരഞ്ഞെടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രയോൺസൊക്കെ കൂടെ കരുതുക. അപ്പോൾ നല്ല ലുക്കുള്ള പോസ്റ്ററിനൊക്കെ ടീച്ചേഴ്സ് 5 മാർക്ക് തന്നെ തരും. അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഡേറ്റ് എഴുതണം, പിന്നെ ടൈം എഴുതണം, വെന്യൂ എഴുതണം. ഇപ്പം വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലം എവിടെ വെച്ചിട്ടാണ് ഈ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നത്? രാജയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പം വെന്യൂ രാജാസ് ഹൗസ് ഉണ്ട്. പിന്നെ ടൈമും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ 24th ഡിസംബറിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതാൻ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള, യു ആർ ഇൻവൈറ്റഡ് ടു രാജാസ് ബർത്ത്ഡേ പാർട്ടി 24th ഡിസംബറാണ് അല്ലേ? 24th ഡിസംബർ അറ്റ് 5 PM. ഓക്കെ, അറ്റ് 5 PM. എന്നിട്ടൊരു ബർത്ത്ഡേ കേക്കൊക്കെ നമ്മൾ വെക്കാം. ഇതും വേറൊരു മോഡലാണ്. അതിൽ മാറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാം, രാജാസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഓൺ 24th December 2022 5 PM ഓൺവേർഡ്സ് അറ്റ് രാജാസ് ഹൗസ്. അതൊക്കെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതാം, അതിനനുസരിച്ച് എഴുതാം. യു ആർ ഇൻവൈറ്റഡ് ടു രാജാസ് ബർത്ത്ഡേ പാർട്ടി, അല്ലെങ്കിൽ യു ആർ ഇൻവൈറ്റഡ് ടു രാജാസ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ നമ്മൾ ഡേറ്റ് ചെയ്ത വെന്യൂ എഴുതാം. എന്നിട്ട് ഇങ്ങനെ കേക്കൊക്കെ വരച്ചിട്ട് നമ്മൾ മനോഹരമാക്കാം. ഇനി അടുത്തൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കാം. ദ എർത്ത് ബിലോങ്സ് ടു ഓൾ ക്രിയേച്ചേഴ്സ്. അപ്പോൾ ഈ എർത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാ ജീവികളും നമ്മുടെ ഈ എർത്തിൽ സഹജീവികളാണ്.
സി ഹൗ മെൻ ആൻഡ് ആനിമൽ ലിവ് ടുഗദർ. ഇവിടെ ഈ പിക്ചർ കണ്ടാൽ ആൾക്കാരും മനുഷ്യരും മൃഗങ്ങളും എത്ര ഒരുമയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. ഡിസ്ക്രൈബ് ദ പിക്ചർ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് 5 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ എഴുതണം. എന്നാലേ നിങ്ങൾക്ക് 5 മാർക്കുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതാം. ദ പിക്ചർ ഷോസ് എ ബ്യൂട്ടിഫുൾ സീൻ വെർ ഹ്യൂമൻ ആൻഡ് ആനിമൽസ് ലിവ് ടുഗദർ. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ മെൻ ആൻഡ് ആനിമൽസ് ലിവ് ടുഗദർ. അത് നമ്മൾ എഴുതാണ്. ദിസ് പിക്ചർ ഷോസ് എ ബ്യൂട്ടിഫുൾ സീൻ വെർ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ലിവ് ടുഗദർ. എ മാൻ ഈസ് റൈഡിങ് എ കെനോയ്. കെനോയ് എന്ന് പറഞ്ഞാൽ തോണിയാണ്. ഓൺ എ പോണ്ട് ഫിൽഡ് വിത്ത് ഡക്സ് ആൻഡ് ഫിഷ്. ഇപ്പോൾ ഫിഷും ഡക്സും ഒക്കെ ഉള്ള ഒരു പോണ്ടിൽ ഒരു തോണി തൊഴിയാണ്. നിയർ ബൈ എ ഫാമർ ഈസ് വാക്കിംഗ് വിത്ത് ഹിസ് ഗൗ. അടുത്ത് തന്നെ ആരുണ്ട്? ഒരു ഫാമർ ഉണ്ട്. ട്രീസ് ആൻഡ് മൗണ്ടൻസ് അറൗണ്ട് ദ സീൻ. ഈ സീനിൽ ചുറ്റും എന്തുണ്ട്? ട്രീസ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് ബേർഡ്സ് ആർ ഫ്ലൈയിങ് എന്ന് എഴുതാം. ഓക്കെ. എ ഹോം വിത്ത് ചിക്കൻസ് ഈസ് ഓൾസോ വിസിബിൾ. കോഴിയും കോഴിക്കുട്ടികളും ഒക്കെ ഉണ്ട്. ദ പിക്ചർ ഷോസ് ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ആൻഡ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് വിത്ത് നേച്ചർ. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും ഒന്നിച്ച് ഒരു സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ദ പിക്ചർ ഷോസ് ഹാർമണി ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ആൻഡ് എ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് വിത്ത് നേച്ചർ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നെ കുറച്ച് ഹിൻസ് ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് സീക്വൻസിങ് ദ സ്റ്റോറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സം ഈവൻസ് ഫ്രം ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ ആർ ഗിവൺ ജംബിൾഡ് ഓർഡർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അത് വേറൊരു സ്റ്റോറി ആയിരുന്നു. നമുക്കറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു. ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ തന്നെ ഒരു സ്റ്റോറിയാണ്. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. എല്ലാവർക്കും അതിൻ്റെ കഥയൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് ഈ ഇതൊന്ന് നോക്കാം. അപ്പു വാസ് പ്ലേയിങ് ദ വരാന്ത വെൻ ദുർഗ റിട്ടേൺഡ് വിത്ത് സ്ലൈസസ് ഓഫ് മാംഗോസ്. അപ്പോൾ എന്ത് ചെയ്യായിരുന്നു? വരാന്തയിൽ കളിക്കുകയായിരുന്നു. ദുർഗ ഈ മാങ്ങയായിട്ട് വന്നപ്പോൾ അപ്പു കളിക്കുകയായിരുന്നു. വെൻ ദ മദർ കെയിം ബോത്ത് ഓഫ് ദം ഗോട്ട് സ്കെയർഡ് ആൻഡ് ഡിവോർഡ് ദ പിക്കിൾ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഇവർ രണ്ടാളും പെട്ടെന്ന് പേടിച്ചല്ല. ഷി ആസ്ക്ഡ് അപ്പു ടു ഗെറ്റ് സം ഓയിൽ, സോൾട്ട് ആൻഡ് ചില്ലി ടു മേക്ക് പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. വൺ മോർണിംഗ് വെൻ ദ മദർ വാസ് ഔട്ട് ദുർഗ വെൻറ്റ് ടു ദ ഗ്രൗണ്ട് ടു കളക്ട് മാംഗോസ്. ഒരു ദിവസം രാവിലെ അമ്മ പോയപ്പോൾ ദുർഗ ആ മാങ്ങ കളക്ട് ചെയ്യാൻ പോയി. അപ്പു ടുക്ക് ദ തിങ്സ് ഫ്രം ദ കിച്ചൺ ആൻഡ് ദേ മെയ്ഡ് പിക്കിൾ. അവർ കാര്യങ്ങളൊക്കെ എടുത്ത് പിക്കിൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഫസ്റ്റ് വരേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. ഇതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? വൺ മോർണിംഗ് വെൻ മദർ വാസ് ഔട്ട് ദുർഗ വെൻറ്റ് ടു ദ ഗ്രൗണ്ട് ടു കളക്ട് മാംഗോസ്. അമ്മ പോയപ്പോൾ ദുർഗ കളക്ട് ചെയ്യാൻ പോയി. അപ്പു വാസ് പ്ലേയിങ് ഇൻ ദ വരാന്ത വെൻ ദുർഗ റിട്ടേൺഡ് വിത്ത് ദ സ്ലൈസസ് ഓഫ് മാംഗോസ്. നെക്സ്റ്റ് വരുന്നത് ഷി ആസ്ക്ഡ് Appu to get some oil, salt, chili to make mango pickles. Appu took the things from the kitchen and they made pickle. When the mother came, both of them got scared and devoured the pickle. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ മാർക്കാണ്. ഫുള്ളും നിങ്ങൾ ഓർഡറിനനുസരിച്ച് ചെയ്ത് നിങ്ങൾക്ക് 5 മാർക്കാണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതൊന്നും ആരും മിസ്സാക്കരുത്. ഇനി നമ്മൾ അടുത്തത് എഡിറ്റാണ്. നൗ ദാറ്റ് യു ആർ ഇൻ മിസോറി. ഇവിടെ ഇൻ മിസോറി എന്ന് പറയില്ല. നമുക്ക് എഡിറ്റിങ്ങിൽ നമ്മൾ ഇൻ മിസോറി എന്ന് പറയില്ല, അറ്റ് മിസോറി എന്നാണ് പറയുക. അപ്പോൾ പ്രിപ്പോസിഷനാണ് അവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അറ്റ് മിസോറി എന്ന് എഴുതാം. നെക്സ്റ്റ് എന്താണ്? ഐ ആം ഇൻ അലഹബാദ്. ഇവിടെ അലഹബാദ് എഴുതുമ്പോൾ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. ഒരാളുടെ പേര്, സ്ഥലം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അപ്പോൾ നമുക്ക് അലഹബാദ് ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. പിന്നെന്താണ്? വി കനോട്ട് ഹാവ് ദീസ് ടോക്സ്. ഐ ദെയർഫോർ ആം ഗോയിങ്. ഇവിടെ വേർഡ് ഓർഡർ തെറ്റിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഇത് ഐ ആം ദെയർഫോർ, അതായത് ഇതൊന്ന് തിരിച്ചിട്ടാൽ മതി. ഐ ആം ദെയർഫോർ എന്താണ്? ഐ ആം ദെയർഫോർ വേർഡ് ഓർഡറാണ് അവിടെ വന്നിരിക്കുന്നത്. ടു റൈറ്റിംഗ് ടു യു. അവിടെ റൈറ്റിംഗ് എന്നല്ല, റൈറ്റ് ആണ് ഇവിടെ വേണ്ടത്. ടു റൈറ്റ് യു ഫ്രം ടൈം ടു ടൈം ഷോർട്ട് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ACCOUNTS ആണ് വേണ്ടത്. ഓഫ് ദ സ്റ്റോറി ഓഫ് ഹവർ എർത്ത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഡിറ്റിൽ കോമൺ ആയിട്ട് വരും. ചിലപ്പോൾ 1 2 അങ്ങോട്ടോ മാറാം. എന്നാലും പ്രിപ്പോസിഷൻ വരാം, പിന്നെ ക്യാപിറ്റൽ വരാം, പിന്നെ വേർഡ് ഓർഡർ മിക്ക അതിലും കാണാറുണ്ട്, പിന്നെ ടെൻസ് വരാം. ഓക്കെ, പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്
അടുത്തത് ഒരു പോസ്റ്ററാണ്. 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇവിടെ നോക്കൂ. എവരി ഇയർ വി ഒബ്സർവ് ഒക്ടോബർ 4 ആസ് വൈൽഡ് ആനിമൽ ഡേ. ഒക്ടോബർ 4 എന്ന് പറയുന്നത് വൈൽഡ് ആനിമൽ ഡേ ആണ്. എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ മേക്കിംഗ് പീപ്പിൾ അവെയർ ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ആനിമൽസ്. അപ്പോൾ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അതിനെക്കുറിച്ച് അവെയർനെസ് കൊടുക്കാനാണ് നമ്മൾ ഒക്ടോബർ 4 വേൾഡ് ആനിമൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഹിൻസൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ ഒരു പോസ്റ്റർ കാരണം ആനിമൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ മൃഗങ്ങളുടെ ചിത്രം വരയ്ക്കണം. പോസ്റ്റർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു മെസ്സേജ് നമ്മൾ എഴുതണം. ഓക്കെ, ലൈക്ക് ഹ്യൂമൻസ് ആനിമൽസ് ഫീൽ പെയിൻ ടു. ഇങ്ങനെ ഒരു പോസ്റ്റർ ആവാം, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. അതൊക്കെ ഒരുപാട് മോഡൽസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു മോഡൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് തിന്ന് കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ എഴുതാം. എന്തായാലും ഒരു മെസ്സേജ് നിങ്ങൾ എഴുതണം, പിന്നെ മനോഹരമാക്കുക. അപ്പോൾ നമ്മൾ 6 ആക്ടിവിറ്റീസാണ് നമ്മൾ നോക്കിയത്. വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും എഴുതുക, പഠിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആകെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാനാണ്. ഇത് ആ പാഠത്തിലെ ആളെ പേരുന്നതെന്നുള്ളൂ, രാജാസ് ബർത്ത്ഡേ. ഇനി നിങ്ങൾക്ക് വേറെയും വരാം. ഓക്കെ, അതേപോലെ തന്നെ ഇത് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നമ്മുടെ കഴിവാണ് ഇത് നോക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റോറി റിയാക്ട് ചെയ്ത് നമുക്ക് അറിയാം സ്റ്റോറിയുടെ ഇവൻറ്റ്സൊക്കെ. അപ്പോൾ എല്ലാം സിമ്പിളാണ്, ഒന്നും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത 2 പ്രീവിയസ് ഇയറിലും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കി അതിൻ്റെ പാറ്റേണൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്ക് നല്ലവണ്ണം വായിക്കുക. ഈ സ്റ്റോറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.